Hi children, good morning to all. Welcome back to our SS class. Okay, are you ready? Okay, take our SS textbook, page number 226. 226. Okay, today we are going to study a new chapter in our SS textbook, chapter 6. Chapter name Mumbai. Okay, last class we already discussed about Delhi. Today we are going to discuss about Mumbai. Okay, are you ready? Take page 226. Okay, if you visit Mumbai, which places would you like to see? നിങ്ങൾ മുംബൈയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ഏതെല്ലാം സ്ഥലങ്ങൾ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മുംബൈയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? വളരെ വലിയ നഗരമാണ് അല്ലേ? അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും കാണും, ശരിയല്ലേ? അപ്പോൾ മുംബൈയിൽ ചെന്ന നമ്മൾ മുംബൈയെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ ആണെന്നാണ് അല്ലേ? ഇന്ത്യ ഗേറ്റ് എവിടെയാ? ഡൽഹി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ. പിന്നെ എലഫൻ്റ് കേവ്സ് ഉണ്ടാവട്ടെ. പിന്നെ എന്തുണ്ട്? ഫേമസ് ആയിട്ട് ബീച്ചുകളുണ്ട് അല്ലേ? ജൂഹു ബീച്ച് ഉണ്ട്, മറൈൻ ഡ്രൈവ് ഉണ്ട്, പിന്നെയോ ഫിലിം സിറ്റി ഉണ്ട്. മുംബൈ ഫിലിം സിറ്റി ഫേമസ് ആണ് അല്ലേ? അങ്ങനെ ഒരുപാട്. പിന്നെ കാശ്മീരിന് സമാനമായൊരു സ്ഥലമുണ്ട്, ഛോട്ടാ കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ മുംബൈയിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ? Okay children, all of you look at the first paragraph. Mumbai is located on the western coast of India near the Arabian Sea. Mumbai was earlier known as Bombay. Mumbai is the capital of Maharashtra. The offices of the state government are in this city. The governor, the chief ministers and the ministers live in മുംബൈ. മുംബൈ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യയിൽ. ഓക്കെ, അറേബ്യൻ സീയുടെ തീരത്തായിട്ടാണ് നമ്മുടെ മുംബൈ സ്ഥിതി ചെയ്യുന്നത്, നിയർ അറേബ്യൻ സീ. ഓക്കെ, ദെൻ മുംബൈസ് ഓൾഡ് നെയിം ബോംബെ. മുംബൈയുടെ പഴയ പേര് ബോംബെ എന്നായിരുന്നു. ഓക്കെ, മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലാണ് മുംബൈ, ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. ദെൻ ദ ഓഫീസസ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ ഇൻ ദിസ് സിറ്റി. അപ്പം മഹാരാഷ്ട്രയിലെ എല്ലാ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അതുപോലെ ഗവർണർ, ചീഫ് മിനിസ്റ്റർ, അതർ മിനിസ്റ്റേഴ്സ് എല്ലാവരും താമസിക്കുന്നതും മുംബൈയിൽ. മഹാരാഷ്ട്രയിലെ ചീഫ് മിനിസ്റ്ററും ഗവർണറും അതർ മിനിസ്റ്റേഴ്സും ഒക്കെ താമസിക്കുന്നത് മുംബൈയിൽ. ഓക്കെ, ഇനി നമുക്ക് മുംബൈയുടെ climate of Mumbai. Mumbai has a moderate climate, warm humid summers and pleasant winters. During the monsoon season between June and September, Mumbai gets rainfall. Okay, മുംബൈയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മോഡറേറ്റ് ക്ലൈമറ്റാണ്, മിതമായ കാലാവസ്ഥയാണ്.
സമ്മർ സീസണിൽ ചൂടും വിൻ്റർ സീസണിൽ പ്ലസൻ്റ് ആയിട്ടുള്ള വിൻ്ററുമാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ജൂൺ ടു സെപ്റ്റംബർ മാസങ്ങളിൽ മഴ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ all of you look at the no more. Mumbai is named after the local goddess Mumba Devi. There is a Mumba Devi temple in Mumbai. Mumbai was given by the Portuguese as a wedding present to the British when Portuguese princess married the British King Charles II in 1661. മുംബൈക്ക് ആ പേര് വരാൻ കാരണം മുംബൈയിൽ അവരുടെ ലോക്കലി ആയിട്ടുള്ള ഒരു പ്രിൻസസ്, ഒരു ദേവതയുണ്ട്. ഓക്കെ, ഗോഡസ്. ആ ഗോഡസിന്റെ പേരാണ് മുംബാദേവി. ആ മുംബാദേവി എന്ന് പറയുന്ന ഗോഡസിന്റെ നെയിമിൽ നിന്നാണ് മുംബൈ അല്ലെങ്കിൽ ബോംബെ എന്നുള്ള പേരുണ്ടായിട്ടുള്ളത്. അതുപോലെ പോർച്ചുഗീസുകാരിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മാരേജ് ഗിഫ്റ്റ് കിട്ടിയതാണ് മുംബൈ എന്ന് പറയുന്ന സിറ്റി. ഓക്കെ, 1661 ബ്രിട്ടീഷ് കിങ്ങായ ചാൾസ് സെക്കൻഡ് പോർച്ചുഗീസ് പ്രിൻസസിനെ വിവാഹം കഴിച്ചപ്പോൾ ആ പോർച്ചുഗീസ് പ്രിൻസസിൻ്റെ ഫാദർ ഈ മരുമോന് നൽകിയ വെഡ്ഡിങ് ഗിഫ്റ്റ്, അതായത് സ്ത്രീധനം കൊടുക്കില്ലേ, അങ്ങനെ കൊടുത്ത സ്ഥലമാണ് മുംബൈ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് നമ്പർ 227. ഡു യു സീ മാപ്പ് ഓഫ് മുംബൈ? Major roads, railways, lines with stations, places of interest. അതൊക്കെ നിങ്ങൾ ഈ മാപ്പിൽ നോക്കിയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, all of you take next page, the life of the people. മുംബൈയിലെ ജനങ്ങളുടെ ലൈഫ്. Marathi is the language of Maharashtrians, people of the state of Maharashtra, and is widely spoken in Mumbai. However, people from all over the country speaking different languages live in this bustling business capital of India. Mumbai is home to one of the largest film industries in the world. Most of the Hindi movies we watch are made in this city. മുംബൈയിലെ ജനങ്ങളുടെ പ്രധാന മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മറാത്തിയാണ്. എന്നാൽ മറാത്തി കൂടാതെ മറ്റ് ലാംഗ്വേജസ് സംസാരിക്കുന്ന ആളുകളും മുംബൈയിലുണ്ട്. ഓക്കെ, മുംബൈനെ നമ്മുടെ ബിസിനസ് ക്യാപിറ്റൽ എന്നാണ് പറയാറുള്ളത്. ഇന്ത്യയുടെ ബിസിനസ് ക്യാപിറ്റലാണ് മുംബൈ. അതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രി മുംബൈയിലാണുള്ളത്. നമ്മൾ കാണുന്ന ഹിന്ദി സിനിമകളിൽ മിക്കവാറും സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഫിലിം ഇൻഡസ്ട്രിയിലാണ്, മുംബൈയിൽ. ഓക്കെ, ഗണേഷ് ചതുർത്ഥി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ in Mumbai and is celebrated with a lot of color and then each year. Belpuri and Pav Bhaji are popular snacks. People also enjoy a sweet dish called Srikanth. പിന്നെ മുംബൈയിലുള്ള ജനങ്ങളുടെ, അതായത് മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് പറയുന്നത് ഗണേഷ് ചതുർത്ഥി, ഗണപതി പൂജയാണ്. ഓക്കെ, എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ട് തന്നെ ഗണേഷ് ചതുർത്ഥി ആഘോഷിക്കാറുണ്ട്. ബേൽപൂരി, പാവ് ബജി ഇവ രണ്ടുമാണ് ഈ മുംബൈക്കാരുടെ ഇഷ്ടപ്പെട്ട സ്നാക്സ് എന്ന് പറയുന്നത്.
കൂടാതെ ശ്രീകാന്ത് എന്ന പേരിലുള്ളൊരു സ്വീറ്റ് ഡിഷും ഫേമസ് ആണ്. ദെൻ റിസർച്ച് സെൻറ്റർ, മുംബൈയിലെ റിസർച്ച് സെൻറ്റേഴ്സ് ആണ് ഇനി പറയുന്നത്. Many important institutions are located in Mumbai, such as the Bhabha Atomic Research Center, the Tata Institute of Fundamental Research, and the Indian Institute of Technology. Okay, ധാരാളം റിസർച്ച് സെന്ററുകൾ മുംബൈയിലുണ്ട്, ഗവേഷണശാലകൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എണ്ണമാണ് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഓക്കെ, ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ച് സെന്റേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ടേഷൻ ഇൻ മുംബൈ. Mumbai has a very efficient system of local trains. Trains make it easier for people to move from one place to another. Hundreds of trains run day and night through the city, carrying people from distant suburbs to and from their different places of work. മുംബൈക്കാരുടെ പ്രധാനപ്പെട്ട യാത്രാമാർഗം എന്ന് പറയുന്നത് ട്രെയിനുകൾ തന്നെയാണ്. ഓക്കെ, 100 കണക്കിന് ട്രെയിനുകളാണ് മുംബൈയിലൂടെ രാത്രിയും പകലുമായിട്ട് ഓടുന്നത് മുംബൈ ടൗണിൽ. ഓക്കെ, പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സഞ്ചരിക്കാൻ ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫാസ്റ്റായിട്ടുമുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ട്രെയിൻ തന്നെയാണ്. മുംബൈ ഹാസ് ദ ലാർജസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ. ബിഗ് ഷിപ്സ് ക്യാരി പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ് ടു ആൻഡ് ഫ്രം മുംബൈ. മുംബൈ വളരെ വലിയ ഒരു പോർട്ടാണ് മുംബൈയിലെ പോർട്ട്, തുറമുഖം. വലിയ ഷിപ്പുകൾ വരികയും പോവുകയും ചെയ്യും. ചരക്കുകൾ കൊണ്ടും ആളുകളെ കൊണ്ടൊക്കെ വലിയ ഷിപ്പുകൾ ധാരാളം മുംബൈ പോർട്ടിലേക്ക് വരുന്നുണ്ട്. തിരക്കേറിയ ഒരു പോർട്ടാണ്. ദ ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ട് ഇൻ മുംബൈ ഈസ് ദ ബിസിഎസ് എയർപോർട്ട് ഇൻ ദ കൺട്രി. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ എയർപോർട്ട് എന്ന് പറയുന്നത്, ഏറ്റവും തിരക്ക് കൂടിയ എയർപോർട്ടാണ് മുംബൈയിലെ എയർപോർട്ട്, ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, the next, places to visit. Okay, there are many places of interest in and around Mumbai. One of the most popular places in the Gateway of India. It was built to celebrate the visit of the British King George V to India in 1911. ഇപ്പം ടൂറിസ്റ്റ് പ്ലേസസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസൊക്കെയാണ് പറയുന്നത് മുംബൈയിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 1911 ബ്രിട്ടീഷ് രാജാവായ ജോർജ് 5 ഇന്ത്യയിലേക്ക് വന്നു. അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ദെൻ മറൈൻ ഡ്രൈവ് offers a good view of the Arabian Sea. Chowbadi and Juhu are among Mumbai's beautiful beaches. പിന്നെ അറബിക്കടലിൻ്റെ തീരത്താണ് മുംബൈ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ധാരാളം ബീച്ചുകളും കാണും അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ബീച്ചാണ് മറൈൻ ഡ്രൈവ്. ഓക്കെ, അതുപോലെ ചൗബദി എന്ന് പറയുന്ന ഒരു ബീച്ചുണ്ട്, പിന്നെ ജൂഹു എന്ന് പറയുന്ന ബീച്ചും ഫേമസ് ആണ്. ഓക്കെ,
Then the Prince of Wales Museum has many remarkable exhibitions. ധാരാളം എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാറുള്ള ഒരു മ്യൂസിയമാണ് പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം, മുംബൈ. ദെൻ ദ നാഷണൽ സയൻസ് സെൻറ്റർ, ജഹാംഗീർ ആർട്ട് ഗാലറി, ഹാങ്ങിങ് ഗാർഡൻസ് and Nehru Planetarium are one visiting, and also the Chhatrapati Shivaji Maharaj Terminus, a beautiful building previously known as Victoria Terminus. Not far from Mumbai are the famous Elephanta Caves. Okay. എലിഫൻ്റ കേവ്സ് മുംബൈയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്ലേസാണ്, ടൂറിസ്റ്റ് പ്ലേസ്. പിന്നെ അതുപോലെ നാഷണൽ സയൻസ് സെൻറ്റർ ഉണ്ട്, ജഹാംഗീർ ആർട്ട് ഗാലറി, ഹാങ്ങിങ് ഗാർഡൻ, പിന്നെ നെഹ്റു പ്ലാനറ്റോറിയം ഉണ്ട്, ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസ്. അതിൻ്റെ മറ്റൊരു പേരെന്തായിരുന്നു? യെസ്, വിക്ടോറിയ ടെർമിനസ്. ഇതെല്ലാം മുംബൈയിലെ വിസിറ്റിംഗ് പ്ലേസസ് ആണ്. ഓക്കെ. Then all of you take page number 226 once again. Okay, are you ready to read this chapter? Okay, start. Chapter 6, Mumbai. Mumbai is located on the western coast of India near the Arabian Sea. Mumbai was earlier known as Bombay. Mumbai is the capital of Maharashtra. The offices of the state government are in this city. The governor, the chief minister and the ministers live in Mumbai. Then climate. Mumbai has a moderate climate, warm humid summers and pleasant winters. During the monsoon season, between June and September, Mumbai gets heavy rainfalls. Then, life of the people. Marathi is the language of the Maharashtrians, people of the state of Maharashtra, and is widely spoken in Mumbai. However, people from all over the country speaking different languages live in this bustling business capital of India. Mumbai is home to one of the largest film industries in the world. Most of the Hindi movies we watch are made in this city. Ganesh Chaturthi is an important festival in Mumbai and is celebrated with a lot of color and giant each year. Belpuri and Pav Bhaji are popular snacks. People also enjoy a sweet dish called Srikhand. Then research center. Many important institutions are located in Mumbai, such as the Bhabha Atomic Research Center, the Tata Institute of Fundamental Research and the Indian Institute of Technology. Transportation. Mumbai has a very efficient system of local trains. Trains make it easier for people to move from one place to another. Hundreds of trains run day and night through the city, carrying people from distant suburbs to and from their different places of work. Mumbai has the largest port in India. Big ships carry passengers and goods to and from Mumbai. The Chhatrapati Shivaji International Airport in Mumbai is the busiest airport in the country.
There are many places of interest in and around Mumbai. One of the most popular places is the Gateway of India. It was built to celebrate the visit of the British King George V to India in 1911. Marine Drive offers a good view of the Arabian Sea. Saupati and Juhu are among Mumbai's beautiful beaches. The Prince of Wales Museum has many remarkable exhibits. The National Science Centre, Jahangir Art Gallery, Hanging Gardens, Nehru Planetarium are worth visiting. And so is the Chhatrapati Shivaji Maharaja Terminus, a beautiful building previously known as Victoria Terminus. Not far from Mumbai are the famous Elephanta Caves. Okay, then all of you take page number 231. 231. Do you see tick the correct answer? Tick the correct answer. Okay, all of you take your pencil also. Okay, are you ready? Okay, look at the boards. Question number 1. The capital of Maharashtra is Delhi, Kolkata, Mumbai. Which is the correct answer? The capital of Maharashtra is Mumbai. Okay, take the Mumbai. Then second question, the most important festival of Mumbai is Durga Puja, Ram Navami, Ganesh Chaturthi. The most important festival of Mumbai is Ganesh Chaturthi. Tick Ganesh Chaturthi. Option C. Then third question, Mumbai is located near the Indian Ocean, Arabian Sea, Bay of Bengal. Which is the correct answer? Mumbai is located near the Arabian Sea. Arabian Sea is the correct answer. Okay. The next one, the main language spoken by Maharashtrians is Marathi, Tamil, Kannada. The main language spoken by Marathis is Marathi. Marathi. Maharashtrians in the main language Marathi. Option A. Okay. The next one, Bhabha Research Center is located in Kolkata, Chennai, Mumbai. Bhabha Research Center, you know, Bhabha Atomic Research Center is located in Mumbai. Mumbai. Option C, Mumbai. Okay, once again look at the board. The capital of Maharashtra is Mumbai. The most important festival of Mumbai is Ganesh Chaturthi. Mumbai is located near the Arabian Sea. The main language spoken by the Maharashtrians is Marathi. Bhabha Research Center is located in Mumbai. Okay, then all of you take page number 230. 230. Do you see match the following this column? Match the column. Match the column. Okay. Column A, Srikanth, Marathi, Juhu, Ganesh Chaturthi, Chhatrapati Shivaji Maharaj Terminus. Then column B, Victoria Terminus, Beach, Sea Dish, Language, Festival. Am I right? Okay. Are you ready to match these columns? Okay. First one, Srikanth. Srikanth, sweet dish. All of you draw one line. 1 to C.
സിയിലേക്ക് വരച്ചു കൊടുക്കുക. ഫസ്റ്റ് ശ്രീകാന്ത് സ്വീറ്റ് ഡിഷ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ മറാത്തി. മറാത്തി എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ ലാംഗ്വേജിലേക്ക് വരച്ചു കൊടുക്കുക. മറാത്തി ഡിയിലേക്ക് വരയ്ക്കാം. ഓപ്ഷൻ ഡിയിലേക്ക്. ബിയിലെ ഡിയിലേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ, ലാംഗ്വേജ്. ദെൻ ജൂഹു എന്ന് പറയുന്നത് ബീച്ചാണ് അല്ലേ, മുംബൈയിലെ ബീച്ച്. അപ്പോൾ ബീച്ചിലേക്ക് വരച്ചു കൊടുക്കുക. ബി ജൂഹു ബിയിലേക്ക് വരയ്ക്കുക, ബീച്ചിലേക്ക്. ദെൻ ഗണേശ് ചതുർത്ഥി. ഗണേശ് ചതുർത്ഥി എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവലാണ്. അപ്പം ഇയിലേക്ക് വരയ്ക്കുക, ഫെസ്റ്റിവലിലേക്ക് വരയ്ക്കുക, ഇ. ദെൻ അഞ്ചാമത്തത് ഫിഫ്ത്ത് വൺ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ്. വിക്ടോറിയ ടെർമിനസിലേക്ക് വരച്ചു കൊടുക്കുക. അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ ഓക്കെ, വൺസ് അഗൈൻ ലിസൺ. 1 ശ്രീകാന്ത്, സിയിലേക്ക് മാച്ച് ചെയ്യുക, സ്വീറ്റ് ഡിഷ്. ദെൻ 2 മറാത്തി, ഡിയിലേക്ക് മാച്ച് ചെയ്യുക, ലാംഗ്വേജ്. ദെൻ 3 ജൂഹു, ബിയിലേക്ക് മാച്ച് ചെയ്യുക, ബീച്ച്. ദെൻ 4 ഗണേശ് ചതുർത്ഥി, ഇയിലേക്ക് മാച്ച് ചെയ്യുക, ഫെസ്റ്റിവൽ. 5 ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ്, എ എന്ന് പറയുന്ന ഇതിലേക്ക് മാച്ച് ചെയ്യുക, വിക്ടോറിയ ടെർമിനസ്. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, this chapter's question and answers will send it to your WhatsApp group. Okay, all of you read this chapter very well. Okay, today's class is over. We will meet our next class.